ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഴയൊക്കെ എങ്ങനെയുണ്ട്? ഞങ്ങളിവിടെ ഇന്ന് മഴ ഇത്തിരി കുറവാണ് കേട്ടോ. ഇന്നെന്ന് പറഞ്ഞത് ചൊവ്വാഴ്ചത്തെ രാവിലത്തെ വിശേഷങ്ങളാണ്. കുറച്ച് വീഡിയോ ചൊവ്വാഴ്ചത്തെ ഉള്ളൂ കേട്ടോ, ബാക്കി ബുധനാഴ്ചത്താണ്. കാരണം ഞാൻ അലർജിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്തിരി വയ്യാണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് അതിൻ്റെ ഇടയിൽ 2-3 ദിവസം വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചൊവ്വാഴ്ച വീഡിയോ എടുക്കാം ഇത്തിരി ഓക്കെ ആയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ് കേട്ടോ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വയ്യ തോന്നിയിട്ട് പിന്നെ ഞാൻ വീഡിയോ അങ്ങോട്ട് മുഴുവനാക്കാൻ പറ്റിയില്ല കേട്ടോ അന്നത്തെ ദിവസത്തെ. അപ്പോൾ അതുകൊണ്ട് എടുത്ത് വെച്ച വീഡിയോ ഞാനിതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചൊവ്വാഴ്ച രാവിലെ എഴുന്നേറ്റു. ഇന്ന് മോൾക്ക് എക്സാമുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ദോശ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവൾക്ക് പോകാനുള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരം കിടക്കാനോ ഒന്നിനും പറ്റില്ല കേട്ടോ രാവിലെ. ഇപ്പോൾ ഈ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമാണ് കേട്ടോ. അലർജിയാണ് കേട്ടോ എനിക്ക് പ്രശ്നം. അപ്പോൾ ഈ തണുപ്പ് മഴക്കാലമൊക്കെ അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ ജലദോഷം, കഫക്കെട്ട്, പിന്നെ അങ്ങനെ ശ്വാസം മുട്ടിലേക്ക് വരും. അങ്ങനെയാണ് ചെയ്യുക. അപ്പം അതിന് മുന്നേ ഡോക്ടറെ പോയി കണ്ടു മരുന്നൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ദോശയാണിന്ന്. ദോശയും ചട്നിയല്ല തോന്നുന്നു, ചെറുപയർ കറിയാണ്. എനിക്ക് മറന്നുപോയിട്ട് വോയിസ് കൊടുക്കുന്ന ഇന്നാണ്. ഇത് വീഡിയോ ചൊവ്വാഴ്ചത്തതാണ്. അപ്പോൾ ദോശയും ചെറുപയർ കറിയാണ് കേട്ടോ. കാരണം തേങ്ങ പൊളിക്കാനും ചിരകാനൊന്നും രാവിലെ വയ്യാ തോന്നിയപ്പോൾ ഞാൻ ചെറുപയർ കറി ഉണ്ടാക്കി. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഏട്ടനും ഇടയ്ക്ക് ഒരു ദിവസമൊക്കെ ആകുമ്പോൾ ചെറുപയർ കറിയൊക്കെ കഴിക്കും. പക്ഷേ ചട്നിയാണ് കൂടുതൽ ഇഷ്ടം എന്ന് മാത്രം. അപ്പം ഞാൻ അവൾക്കുള്ള ദോശ ആദ്യം തന്നെ ഉണ്ടാക്കിയിട്ട് അവളെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ ഇനി സാമ്പാർ വെക്കണം. ചോറ് ഞാൻ രാവിലെ തന്നെ തിളപ്പിച്ച് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടോ. പിന്നെ ഇനിയിപ്പോൾ സാമ്പാർ ഉണ്ടാക്കണം. കോഴയ്ക്ക ഉണ്ട് കേട്ടോ. അപ്പോൾ കോഴയ്ക്ക മെഴുക്ക് വരട്ടിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഒന്ന് കഴിക്കണ ഒരു ഉപ്പേരി കഷ്ണമാണ് കേട്ടോ കോഴയ്ക്ക എന്നുള്ളത്. അധികം ഇഷ്ടമില്ലെങ്കിലും എല്ലാവരും കഴിക്കും. അതുകൊണ്ട് തന്നെ കോഴയ്ക്ക ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയൊരു സാമ്പാറും വെക്കുകയാണ് കേട്ടോ. ചെറിയൊരു സാമ്പാർ എന്ന് പറഞ്ഞാൽ അധികം കഷ്ണങ്ങളൊന്നും ഇല്ലാതെ തക്കാളിയും വെണ്ടയ്ക്കയും മുരിങ്ങാക്കായും പരിപ്പും മാത്രം ഇട്ടുള്ള ഒരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതാണ് കേട്ടോ ചെറുപയർ കറി. തേങ്ങയൊന്നും അരച്ചിട്ടില്ല. കഷ്ണങ്ങളൊക്കെ ഇട്ട് ഒരുമിച്ച് ചെറുപയറൊക്കെ വേവിച്ചിട്ട് അങ്ങോട്ട് കടുകൊക്കെ വറുത്ത അടിപൊളി ചെറുപയർ കറിയാണ് കേട്ടോ. പിന്നെ ദോശയും. അപ്പോൾ ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ ചൊവ്വാഴ്ചത്തെ വീഡിയോ. ബാക്കിയൊക്കെ ബുധനാഴ്ചത്തെയാണേ. അപ്പോൾ ബുധനാഴ്ച രാവിലെയാണ് കേട്ടോ, ഒരു 5:30-6 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്ന് മോൻ്റെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് ഒന്ന് കുളിച്ചു കേട്ടോ. കാരണം വയ്യെങ്കിലും കുളിച്ചു. അമ്പലത്തിലൊക്കെ ഒന്ന് പോകണിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഞാനും ഏട്ടനും മോനും കൂടിയാണ് പോയത്. മോൾക്ക് എക്സാം ഉള്ളതുകൊണ്ട് അവൾ എക്സാമിന് പോയി. അപ്പം ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ബുധനാഴ്ച തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് തൊഴുകലൊക്കെ കഴിഞ്ഞ് വന്ന് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത്. അത് അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ പണികൾ സ്ലോ ആവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത്. കാളനും അവിയലും ഉപ്പേരിയും ഇതൊക്കെ ആയതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഇത് പായസത്തിനുള്ള ചെറുപയർ പരിപ്പാണ് കേട്ടോ. അപ്പോൾ ചെറുപയർ പരിപ്പ് പായസം ഞാൻ എൻ്റെ അമ്മ വെച്ചിട്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടൊരു പായസം എന്ന് പറഞ്ഞാൽ ഈ പായസമാണ് കേട്ടോ. ഞാൻ ഇത് പഠിച്ചത് തന്നെ അമ്മ വെക്കണ കണ്ടിട്ടാണ്. ഞാൻ ഈ പായസം ഇപ്പോൾ കുറേ അടുത്തെങ്ങാനും വെച്ചിട്ടേ ഇല്ല കേട്ടോ. ഞാൻ പാലടയുടെ പാക്കറ്റ് വാങ്ങിയിട്ട് അങ്ങനെ വെക്കുകയാണ് ചെയ്യാറ്. എളുപ്പമാണല്ലോ. ഇതാകുമ്പോൾ തേങ്ങ ചിരകണം, തേങ്ങാപ്പാലെടുക്കണം, പണിയില്ലേ. അപ്പം മറ്റേ പായസം തന്നെയാണ് എന്നും ഉണ്ടാക്കാറ്. അടയാണ് അധികം ഉണ്ടാക്കാറ് കേട്ടോ. ഇൻസ്റ്റൻറ്റ് പാക്കറ്റ് വാങ്ങിയിട്ട് അതാണ് ഉണ്ടാക്കാറ്. അപ്പം ഇന്ന് എന്തായാലും പരിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് തേങ്ങയൊക്കെ ചിരകി ഞാൻ അരച്ച് തേങ്ങാപ്പാലൊക്കെ എടുക്കുകയാണേ. ഇന്നിപ്പോൾ രാവിലെ തൊട്ട് തന്നെ മഴയുള്ള കാലാവസ്ഥയൊന്നും അല്ല കേട്ടോ. അത്യാവശ്യം വെയിലൊക്കെ ഉള്ള കാലാവസ്ഥയാണ്. അതെന്തായാലും നന്നായി. കാരണം ഇന്നലെയൊക്കെ മഴ തന്നെയായിരുന്നു കേട്ടോ. ആകെ ഒരു ചളിയും വെള്ളമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വെയിൽ ഉച്ചപ്പോൾ തന്നെ ഒരു ഉന്മേഷം വന്ന പോലെയാണ്. അപ്പം ഞാൻ തേങ്ങാപ്പാലൊക്കെ പിഴിയാണ്. ഉപ്പേരി ഞാൻ കായയും പയറും കൂടിയാണ് കേട്ടോ വെച്ചത്. രണ്ടും കൂടിയുള്ള ഉപ്പേരിയാണ് വെച്ചത്. പിന്നെ ഒരു ഇഞ്ചിത്തൈരും കൂടി ഉണ്ടാക്കി. പിന്നെ കടുകുമാങ്ങ ഞാനിവിടെ ഇട്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ട് കാണാത്തവരുണ്ടെങ്കിൽ എടുത്ത് കാണും കേട്ടോ. അപ്പോൾ കടുമാങ്ങ, പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പപ്പടം, പിന്നെ സാമ്പാർ. ഓലനും അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ആരും അതൊന്നും കഴിക്കില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയാലും വെറുതെ കളയേണ്ടി വരും. അപ്പം ഞാൻ ഓലനൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. നിങ്ങളെപ്പോലുള്ളവരെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാ തേങ്ങാപ്പാലൊക്കെ അരച്ച് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിനിടയിൽ കൂടെ സാമ്പാറിൻ്റെ പണികളും കൂടെ നടക്കുന്നുണ്ട്. സാമ്പാർ കഷ്ണമൊക്കെ വെന്ത് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഞാൻ വറുത്തരയ്ക്കുകയാണ്. വറുത്തരച്ചിട്ടാണ് കേട്ടോ ഞാൻ സാമ്പാർ വയ്ക്കുക. ഞാൻ ഇവിടെ ഒന്നിനും പൊടി യൂസ് ചെയ്യാറില്ല. മല്ലിപ്പൊടിയാണെങ്കിലും മുളക് പൊടിയാണെങ്കിലും ഒന്നിലും ഞാൻ കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യാറില്ല കേട്ടോ. ഒക്കെ വറുത്ത് അരയ്ക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ പായസമൊക്കെ അത് അടുപ്പത്ത് റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശർക്കര അത് മാവേലിൽ നിന്ന് വാങ്ങിയ ശർക്കരയാണ്, ബോൾ പോലുള്ളതാണ് കേട്ടോ. അപ്പം ഞാനത് അങ്ങനെ തന്നെ പൊട്ടിച്ച് ഇടുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ അത് പായസമൊക്കെ അത്യാവശ്യം എല്ലാം വെന്ത് വന്ന് ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടോ. അപ്പോൾ നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ച് പിന്നെ തിളയ്ക്കണില്ല, നമ്മളൊന്ന് ചൂടായതിന് ശേഷം ഇറക്കി വെച്ചതിന് ശേഷം നെയ്യ് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് ഇടുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ പായസത്തിൻ്റെ പണികളൊക്കെ സെറ്റായി കഴിഞ്ഞു. ഇപ്പം തന്നെ സമയം 12:45 കേട്ടോ. 12:45 സമയം അപ്പോഴാണ് കേട്ടോ പായസമായത്. അപ്പോൾ സദ്യവട്ടമൊക്കെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇല മുറിക്കാൻ പോകണം, പപ്പടം കാച്ചണം, അങ്ങനെയുള്ള കുറച്ച് പണികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. മോനാണെങ്കിൽ ഇപ്പോൾ ലോകകപ്പൊക്കെ തുടങ്ങാൻ പോവല്ലേ, അപ്പോൾ അതിൻ്റെ ഫ്ലക്സ് അടിക്കാനും അത് ഫ്ലക്സ് വയ്ക്കാനും അതിൻ്റെയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി നടക്കുകയാണ് കേട്ടോ അവൻ. അപ്പോൾ അതെൻ്റെ പായസമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇഞ്ചിത്തേര്, പിന്നെ നമ്മുടെ പയറും കായയും കൂടിയുള്ള മെഴുക്ക് പുരട്ടി, കാളൻ, അവിയൽ, പിന്നെ നമ്മുടെ സാമ്പാർ, പപ്പടം, പിന്നെ അതൊക്കെ കൂടി ഊണൊക്കെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് മോള് വന്നിട്ടാട്ടോ കേക്ക് മുറിച്ച്. അവൾക്ക് എക്സാം ആയതിൻ്റെ ഉച്ചയ്ക്ക് വരും. അപ്പോൾ അവൾ വന്നിട്ട് കേക്ക് മുറിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് അവൾ വന്നിട്ടാണ് കേക്ക് മുറിച്ചത് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഒരു വർഷത്തെ പിറന്നാളാഘോഷം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മോന് പിറന്നാളാശംസകൾ അറിയിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.